ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായ വട്ടയപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയതാണ്. കള്ളൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കള്ള് ചേർത്താണ് പണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് പകരം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കള്ളില്ലാതെ എങ്ങനെ ഇത്രയും സോഫ്റ്റായ നല്ല വെള്ള കളറിലെ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പല സ്ഥലത്തും ഇത് വട്ടയപ്പെന്നും കള്ളപ്പെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല പച്ചരി തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കണം. നല്ല വെള്ള കളറുള്ള പച്ചരി. ഇത് ഞാൻ ഒരു 4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുതിരാനായി വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് സാബൂനരിയാണ്. 1 ടേബിൾ സ്പൂൺ സാബൂനരിയാണ് നമുക്കിതിന് വേണ്ടത്. അതും ഇതേ സമയത്ത് തന്നെ നമ്മൾ കുതിരാനായി വെക്കണം. സാബൂനരി കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ കുതിരാനായി വെക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഈ സമയത്ത് കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിരാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വറുത്ത് അതൊരു പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇളം ചൂട് വെള്ളത്തിലിട്ട് കുതിരാനായി വെച്ചാൽ മതി. പെട്ടെന്ന് കുതിർന്ന് കിട്ടും. രാവിലെ 10 മണിക്കായിരുന്നു ഞാൻ കുതിരാനായി വെച്ചത്. ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയായി. ഞാൻ അരക്കാനായി പച്ചരി ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായും തന്നെ ഞാൻ ഇതിലേക്ക് അരക്കാനായി എടുക്കുന്നുണ്ട്. ഇത് വലിയ ജാറിലേക്കാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ വെള്ളം കളഞ്ഞിട്ട് പച്ചരിയും അതിൻ്റെ കൂടെ തന്നെ സാബൂനരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അവലാണ്. വെളുത്ത അവൽ തന്നെ എടുക്കണം. ഇതൊന്ന് കഴുകിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെളുത്ത അവലല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന് അത്ര ഒരു കളർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വെള്ള അവൽ എടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. നമ്മൾ അരിയെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കാം. 1/4 കപ്പിൽ കുറച്ച് താഴെയാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇനി ഞാൻ അരക്കാനായി തേങ്ങാ വെള്ളമാണ് എടുക്കുന്നത്. നമുക്ക് തലേ ദിവസം തന്നെ ഈ വെള്ളം എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. അത് കുറേശ്ശെ ചേർത്ത് ഇത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് തേങ്ങാവെള്ളം മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് മിനുസായിട്ട് ഒന്നും അരക്കണ്ട. കാരണം ഇനി നമുക്ക് ഒന്നുകൂടി അരക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ തരിയായി ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും 1 തവി മാവെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലൂസായി വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് കപ്പി കാച്ചാൻ വേണ്ടിയാണ്. കപ്പി കാച്ചിയെടുക്കുമ്പോൾ ഇതൊരിക്കലും കട്ടിയാവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് ആ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതാ ഇത്രയും ലൂസായി വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഇതും ഒരു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് കപ്പി കാച്ചിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഇതാ ഇത്രയും കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയാൽ മതി. ഇത് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഈ നമ്മുടെ അരച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇത്രയും മാത്രമേ കട്ടിയാവാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പിന്നെ 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അരക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഈസ്റ്റ് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കണേ. ഇപ്പോൾ ഇത് നമ്മൾ ഇതിന് മൂടി വെക്കുന്ന ഇതുപോലെയുള്ള പാത്രമായിരിക്കണം. ഒരിക്കലും അടിയിലേക്കുള്ള പാത്രം മൂടി വെക്കരുത്. അപ്പോൾ ഇത് പൊങ്ങി വരാൻ തടസ്സമാവും. ഇതിപ്പോൾ നന്നായി തന്നെ പൊങ്ങി വരും. ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. ഞാൻ ഈ സമയത്ത് ചുടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇപ്പോൾ 4 മണിക്ക് അരച്ചത്. 4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ ഇതിങ്ങനെ അധികം ഇളക്കി ഈ പതയൊന്നും കളയാൻ പാടില്ല. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഇത് കൂട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പും കൂടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മെല്ലെ ഒന്ന് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെയുള്ള 2 പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടിഫിൻ സെറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന ചെറിയ കുഴിയിലെ പ്ലേറ്റോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിൽ ഞാൻ ചെറുതായി ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് കോരി ഒഴിക്കാം. ഈ സമയത്ത് ഞാൻ അപ്പച്ചമ്പിൽ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്. നന്നായി തിള വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കണം. ഇനി ഇതുപോലെ ആവി വരുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ഒരിക്കലും ചൂടാവാത്ത പാത്രത്തിൽ വെക്കരുത്. നല്ല ആവി വന്നതിന് ശേഷം വേണം നമ്മളിതുപോലെ വെച്ച് മൂടി വെച്ച് വേവിക്കാൻ. ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഞാൻ ഈ വട്ടയപ്പം 2 തരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറുത്ത മുന്തിരി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം.
ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വേവിച്ചത്. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നും എടുക്കാൻ പാടുള്ളൂ. തണുക്കാതെ ഒരിക്കലും എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്ര നല്ല വൃത്തിയായി കിട്ടില്ല ഇത്. അതുകൊണ്ടാണ് നന്നായി തണുത്തതിന് ശേഷം എടുക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാനിത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ ഞാൻ റേസിൻസൊന്നും വെച്ചില്ല കേട്ടോ, ഡെക്കറേറ്റ് ചെയ്യാതെ പ്ലെയിനായി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് അതുപോലെ റേസിൻസോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും ഇട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് വളരെ സോഫ്റ്റായ വട്ടയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വട്ടയപ്പം നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, അരിപ്പൊടി വെച്ചും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും പെർഫെക്റ്റായി കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.